അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു അടിപൊളി ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യം നമ്മൾ 3 ഉരുളൻകിഴങ്ങ്, ഒരു മീഡിയം സൈസിലുള്ള ഉരുളൻകിഴങ്ങ് നന്നായി കഴുകിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കുക. അതിനുശേഷം ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവാള അരിയുക. 2-3 എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. പിന്നെ ഒരു ചെറിയൊരു മീഡിയം സൈസിലുള്ള തക്കാളി കുനുക്കുനായി അരിഞ്ഞു കൊടുക്കുക. ചെറിയ കഷ്ണം ഇഞ്ചി കുനുക്കുനായിട്ട് അരിഞ്ഞു കൊടുക്കുക. ഒരു പാന് അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അത് നന്നായി ചൂടായതിന് ശേഷം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് മൊരിഞ്ഞതിന് ശേഷം സവാള, അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് സവാള നന്നായി മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായി വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം ഗരം മസാല, സാമ്പാർ പൊടി ഓപ്ഷനാണ്, വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാതും വഴറ്റിയതിന് ശേഷം ഉരുളൻകിഴങ്ങ് നമ്മൾ വേവിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ബ്രെഡ് കോട്ടിങ്ങിനായി 6 സൈസുള്ള ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി ജാറിലിട്ട് പൊടിച്ചെടുക്കുക. ഇതൊന്ന് ചെറിയ ചൂടിലൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്താൽ ഒന്നുകൂടി നമുക്ക് ടേസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ വറുത്തെടുത്താലും മതി. ഇത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കി വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിൽ 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ മൈദ എടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അല്പം വെള്ളം ചേർത്ത് നന്നായി കട്ടയില്ലാണ്ട് ഇളക്കിയെടുക്കുക. നമ്മൾ മാറ്റി വെച്ച മസാലക്കൂട്ടുകൾ ബ്രെഡിലേക്ക് സ്വല്പം തേച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ ബ്രെഡ് വെച്ച് 4 പീസായിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ മുറിച്ച് വെക്കാം. നമ്മൾ പീസാക്കി വെച്ച ബ്രെഡിൻ്റെ കഷ്ണം നമ്മൾ മൈദയിൽ മുക്കി വെക്കുക. എന്നിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ കോട്ടിംഗ് ചെയ്യുക. ഇത് ഫ്രൈ ചെയ്യുന്നതിനായി അടുപ്പത്ത് പാൻ വെച്ച് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് മൊരിപ്പിച്ചെടുക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ബട്ടൺ അമർത്തുക.